ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 10 വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനും അതിലുപരിയായിട്ട് നിങ്ങളുടെ മസിൽസിനെ ട്യൂൺ ചെയ്യാനൊക്കെ പറ്റിയ കിടിൽ വർക്കൗട്ടുകളാണ്. 10 വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഇത് ആർക്കും കൊണ്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഹൈ നീ റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾ സ്റ്റഡി ആയിട്ട് ഇതേ കണക്ക് നിന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. നമ്മൾ ബിഗിനർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്താൽ മതിയാവും. വളരെ സാവധാനത്തിൽ നിങ്ങൾ കാലുകൾ മേളിലോട്ട് ഉയർത്തുക. ഇതേപോലെ ഇത്ര മാത്രം ഉയർത്തുക. ഓക്കെ, നിങ്ങൾ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നമ്മൾ മുകളിലോട്ട് കാല് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഔട്ട്. പതുക്കെ താഴോട്ടുള്ള സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു കാലിൽ നിങ്ങൾ 20 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യരുത്, ഫാസ്റ്റായിട്ട് ചെയ്യരുത്. വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് അപ്പ്, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. 3 സെറ്റ് നിങ്ങൾ ആവർത്തിക്കുക. അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിങ്ങളുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കി ഈ ഒരു പൊസിഷനിൽ വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് മുമ്പിലോട്ട് കൊണ്ടുവരിക. വീണ്ടും നെക്സ്റ്റ് അടുത്ത കാല് മുമ്പോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക് ബ്രീത്ത് ഔട്ട്, താഴോട്ടുണ്ടോ സമയത്ത് ബ്രീത്ത് ഇൻ, മുമ്പോട്ടുണ്ടോ സമയത്ത് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഇതേ കണക്ക് നിങ്ങൾ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാറ്റ് കുറയ്ക്കുവാനും ബോഡി ഫാറ്റ് കുറയ്ക്കുവാനും നിങ്ങളുടെ മസിൽസിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാനും മസിൽ ടൂൺസിനൊക്കെ വളരെ നല്ല വർക്കൗട്ടുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെയും സഹായം ആവശ്യമില്ല. ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇതേ കണക്ക് ചെയ്യേണ്ടത് 3 സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാൽ നിങ്ങൾ 20 പ്രാവശ്യമാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, 20 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് ദണ്ഡ് ബൈടെക് എന്ന് നമ്മൾ പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതേ കണക്കാണ് ഇത് ചെയ്യേണ്ടത്. കണ്ടല്ലോ, നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ചെയ്യേണ്ട ബ്രീത്തിങ് രീതി എന്ന് പറയുന്നത്, നിങ്ങൾ മുകളിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്രീത്ത് നിറയ്ക്കുക. അതിനുശേഷം ബ്രീത്ത് നിറയ്ക്കുക, താഴോട്ട് വന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക, വീണ്ടും മുകളിലോട്ട് പോവുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മുകളിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഉള്ളിൽ നിറച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകുക. കണ്ടല്ലോ, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 15 റപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ സാധാ സ്കോട്ട് ചെയ്യാം, നോർമൽ സ്കോട്ട് ചെയ്യാം. കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് സ്കോട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ചെയ്താൽ മതിയാവും. നിങ്ങൾ താഴോട്ടിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അടുത്ത നമുക്ക് നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് നമുക്ക് ഇതേ കണക്ക് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. മുകളിലോട്ട് കൈ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. കണ്ടല്ലോ, മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴോട്ട് കൈ കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾക്ക് 20 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. അടുത്തായിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ലെഗ് റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഇതേ പൊസിഷനിൽ കിടക്കാം. കൈയൊക്കെ നല്ല ഉറപ്പിച്ച് സ്റ്റേബിളായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര മാത്രം കാല് ഉയർത്തിയാൽ മതിയാവും. നിങ്ങളുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾ 20 റപ്സ് വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യേണ്ടത്. 20 റപ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 15 റപ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് ചെയ്യുക. ബ്രീത്ത് ഇൻ, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്യുക, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ബ്രീത്തിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, 10 വർക്കൗട്ടുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഓപ്പൺ എയറിലോ എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ശീലമാക്കാം. നല്ല വർക്കൗട്ടുകളാണ്. ഇത് ജെൻസിനും ലേഡീസിനും ഒക്കെ ഒരേ കണക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. അടുത്ത വർക്കൗട്ട് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പുഷപ്സ് ആണ്. ഓക്കെ, നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്തനിങ്ങിന് ഏറ്റവും നല്ല ഒരു വർക്കൗട്ടാണ് പുഷപ്സ്. അപ്പോൾ പുഷപ്സ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക,
കണ്ടില്ലേ, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബോഡി പാരലായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈയുടെ എൽബോ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിൻ്റെ മുട്ട് ഇങ്ങനെ കുത്തിയതിന് ശേഷം നിങ്ങളുടെ ടോസ് ഇങ്ങനെ ക്രോസ് ചെയ്യുക, കാല് ക്രോസ് ചെയ്യുക. അതിനുശേഷം ടോസ് ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. അപ്പോൾ തുടക്കക്കാർക്ക് ഈ രീതിയിൽ ചെയ്ത് പഠിക്കാം. ഓക്കെ, ബ്രീത്തിങ് അത് കണക്ക് തന്നെയാണ്. താഴോട്ട് നമ്മൾ വരുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക, മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോങ് പുഷപ്സ് നിങ്ങൾക്ക് ശീലമാക്കാം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ 20 റെപ്സിൻ്റെ 3 സെറ്റ് പുഷപ്സും ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ ഇതേ കണക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലാങ്ക് ആൻഡ് പുഷപ്സ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് പ്ലാങ്കിൻ്റെ പൊസിഷനിൽ ഇതേ കണക്ക് നിൽക്കാം, ലോ പ്ലാങ്ക്. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് ചെയ്ത് മുകളിലോട്ട് വരിക, പുഷപ്പിൻ്റെ പൊസിഷൻ, ലോ പ്ലാങ്കിലോട്ട് വരിക. അതിനുശേഷം ഓരോ കൈ ഇങ്ങനെ സാവധാനത്തിൽ, വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡറിനും നിങ്ങളുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്യാനായിട്ടും ഫാറ്റ് ബേണിങ്ങിനൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നോർമൽ ബ്രീത്തിങ് നിങ്ങൾക്ക് ചെയ്യാം. വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് വരാം. അതിനുശേഷം ഇതാ കണ്ടില്ലേ, നിങ്ങളുടെ റപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കൈ താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു റപ്സ് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾ 15 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത നമ്മുടെ വർക്കൗട്ട് ഇതാണ്, ബട്ട് കിക്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ബട്ട് കിക്കും നിങ്ങൾ ഇങ്ങനെ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. കാല് ഇതേ കണക്ക് സാവധാനത്തിൽ മേലോട്ടുണ്ടെന്ന് 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇതേപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ. താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് ഒരു കാലിൽ നിങ്ങൾക്ക് 20 റപ്സ് വെച്ച് ചെയ്യാം. ഓക്കെ, ഒരു കാലിലാണ് നിങ്ങൾ 20 റപ്സ് വെച്ച് ചെയ്യേണ്ടത്. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. അടുത്ത വർക്കൗട്ട് നമ്മുടെ ആപ്സിനെ ടാർഗറ്റ് ചെയ്തുള്ളതാണ്. നമ്മുടെ ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട്. ഇതേ പൊസിഷനിൽ നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ തലയുടെ ബാക്കിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈ ഒരുപാട് വെച്ച് പ്രസ് ചെയ്യരുത്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ നിന്ന് വെച്ചതിന് ശേഷം ഇതേ കണക്ക് ഇത്രമാത്രം നിങ്ങൾ ഉയരുക. ഓക്കെ, ഇത് നിങ്ങളുടെ ആപ്സിനെ സ്ട്രോങ് ആക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ആൻഡ് പതുക്കെ താഴ്ത്തു പോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. നിങ്ങൾക്ക് 20 റപ്സ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 15 റപ്സ്. അങ്ങനെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. അപ്പം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ്. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബർപ്പീസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ ബർപ്പീസിൻ്റെ പൂർണ്ണ രൂപം ചെയ്യേണ്ട. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് ബർപ്പീസ് ചെയ്യാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം ഇത് കണക്ക് പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക. ഒന്ന് ജമ്പ് ചെയ്യുക മുമ്പോട്ട്, വീണ്ടും അതേ കണക്ക് ആവർത്തിക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് 20 റപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് വർക്കൗട്ട്. അപ്പം 10 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ആഴ്ചയിലൊരു 4 ദിവസം 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങളുടെ ബോഡിയെ നല്ല സ്ട്രോങ് ആക്കാനും ആക്റ്റീവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി വർക്കൗട്ടുകളാണ്. ഓക്കെ, വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.